ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് കിടുക്കാച്ചിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് മൈദാമാവാണ്. 1 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ തോരന കരിയിലെ അതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് നല്ല തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതും ചെറുതായിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്. മല്ലിയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരല്പം തൈരാണ്. നമ്മൾ ഈ തൈര് ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളി ഉണ്ടാവും. വലിയ പുളിപ്പുള്ള തൈര് ചേർക്കരുത്. ടേബിൾ സ്പൂൺ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈരുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ അപ്പത്തിലൊക്കെ ചേർക്കില്ലേ സോഡാപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ഉപ്പ് ചേർക്കുന്നത് എങ്ങനെയോ മിസ്സായി പോയി, അത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം ഉപ്പും കൂടി ചേർത്തേക്കണം. നമുക്ക് എത്രത്തോളം ഇതിൽ വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ട് വേണം ഇരിക്കേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് പോകാൻ പാടില്ല, ഒരുപാട് ലൂസായിട്ടും പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പക്ഷെ നമ്മളിതൊരു പുതിയ രീതിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിന് മുകളിൽ ക്രീമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങില്ലേ ഈ പൈപ്പിംഗ് ബാഗ്, അതുപോലത്തെ ബാഗാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ് കവറോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ ഉണ്ടെങ്കിൽ അതൊന്ന് റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് നോക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ഓയിലിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ നീളത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊന്നും വേണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ചെറിയൊരു സ്പൂണിൽ കോരി ഒഴിച്ചാലും മതിയാകും. ഏതായാലും മതി. ഫസ്റ്റ് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടിരിക്കണം. അതിനുശേഷം നല്ലതുപോലെ ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കളറ് മാറിയിട്ട് അകം വേകാതെ കിട്ടും. അതിൻ്റെ പേരിലാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ നീളൻ സ്നാക്സ് എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ലൊരു ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. വീട്ടിലുള്ള ചേരുവകളെല്ലാം തന്നെയാണ്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.